കാലിക്കറ്റ് സർവകലാശാലയിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ സാധിക്കുന്ന വസ്ത്രധാരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗം AK അനുരാജ VC-ക്ക് നൽകിയ കത്തിൽ തീരുമാനമായില്ല. മലപ്പുറം തിരൂരങ്ങാടി PSMO കോളേജിൽ പൂർണ്ണമായി മുഖം മറച്ച് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളോട് കോളേജിൽ നിഖാബ് അനുവദിക്കില്ലെന്ന് പറഞ്ഞ പ്രിൻസിപ്പലിന്റെ നടപടി വിവാദമായതോടെയാണ് AK അനുരാജ വൈസ് ചാൻസലർക്ക് കത്ത് എഴുതിയിരുന്നത്. ഗോകുൽ K വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, വിശദാംശങ്ങൾ. കഴിഞ്ഞ മാസം 6-ാം തീയതിയായിരുന്നു PSMO മലപ്പുറം തിരൂരങ്ങാടി PSMO കോളേജിൽ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ പുറത്തു നിന്നെത്തിയ ഈ ഓൺലൈൻ വിദൂര വിദ്യാഭ്യാസത്തിന്റെ പരീക്ഷാ കേന്ദ്രങ്ങളൊക്കെയാണ് മലപ്പുറം തിരൂരങ്ങാടി PSMO കോളേജ്. ആ കോളേജിലേക്ക് പുറത്തു നിന്നുള്ള ഒരു 35ഓളം വിദ്യാർത്ഥിനികൾ നിഖാബ് ധരിച്ച് കോളേജിനകത്തേക്ക് വരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളെ പൂർണ്ണമായി തിരിച്ചറിയാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ച ശേഷം പ്രിൻസിപ്പാൾ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു, ഇനി ഈ രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പൂർണ്ണമായും മുഖം മറച്ച് ആളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് കോളേജിനകത്ത് അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുന്നത് അനുവദിക്കാൻ സാധിക്കില്ല. അത് നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മാതാപിതാക്കളെയും കാര്യങ്ങൾ ധരിപ്പിച്ച് ആ രീതിയിലുള്ള വസ്ത്രധാരണം ധരിച്ചു വേണം കോളേജ് PSMO കോളേജിലേക്ക് വരാൻ എന്ന കാര്യം ആ വിദ്യാർത്ഥിനികളെ ധരിപ്പിച്ചു. എന്നാൽ അതിനുശേഷം ആ വിഷയം വലിയ വിവാദമായി. സുന്നി സംഘടനകൾ SKSSF ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ പ്രിൻസിപ്പാൾ ഡോക്ടർ അസീസ് ആണ്, അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിലാണ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള AK അനുരാജ് വിഷയത്തിൽ ഇടപെടുകയും പ്രിൻസിപ്പാളിനെ കാണുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം വൈസ് ചാൻസലർക്ക് ഈ വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കത്തെഴുതുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ കത്തെഴുതിയതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ PSMO കോളേജിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനു ശേഷം 2 ആഴ്ചകൾക്ക് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തിയ ബിരുദദാന ചടങ്ങിലും ഇത്തരത്തിൽ മുഖം മറച്ചുകൊണ്ട് ആളുകളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും ബിരുദദാന ചടങ്ങിന്റെ ഭാഗമായി സർട്ടിഫിക്കറ്റുകൾ വാങ്ങി തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ആൾമാറാട്ട സാധ്യതകളൊക്കെ ധാരാളം ഉള്ളതാണെന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ രാജ്യത്തും സംസ്ഥാനത്തും നിരവധി ഉണ്ടായിട്ടുണ്ട് എന്നും ഈ PSMO കോളേജിന്റെ പ്രിൻസിപ്പാളും AK അനുരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മതപരമായ വിഷയമോ മറ്റൊന്നുമല്ല, ഇത് വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇതിന് മതപരമായി അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല ഒരു കാര്യമാണ് ഈ ഡോക്ടർ അസീസും ഈ AK അനുരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കുവെക്കുന്നത്. ഹിജാബോ അല്ലെങ്കിൽ പർദ്ദയോ ധരിക്കുന്നതിനൊന്നും ഒരു വിലക്കുമില്ല, മതപരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിനും വിലക്കില്ല. പക്ഷെ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ വസ്ത്രം ധരിച്ച് കോളേജിനകത്ത് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായ മറ്റു പരിപാടികളുടെ ഭാഗമൊക്കെ ആകുമ്പോൾ അതിനൊരുപാട് ആൾമാറാട്ട സാധ്യതകളുണ്ട്. അതിൽ നിന്നും കുട്ടികളെ നീക്കി നിർത്താനും ഈ പരീക്ഷകളുടെയും മറ്റും സുഗമമായ നടത്തിപ്പിനുമാണ് ഈ രീതിയിലുള്ള ആവശ്യം മുന്നോട്ടേക്ക് വെക്കുന്നതെന്നാണ് AK അനുരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ശരി ഗൂഗിൾ.